അടുത്ത ദിവസം വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ക്ലാസ് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി ആണ്. അപ്പൊ ഈ VBG റാംജി പ്രകാരം പുതിയ പദ്ധതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറയാം. അതായത് നമ്മുടെ 100 ദിവസം പ്രതിവർഷം 100 ദിവസം എന്നുള്ള തൊഴിൽ ദിനങ്ങൾ മാറി 125 ദിവസങ്ങളായി. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ വിഹിതം 10% നിന്ന് 40%. ഇപ്പോൾ നിലവിലെ തൊഴിലുറപ്പ് വേതനത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞാൽ 60% കേന്ദ്ര സർക്കാരിനും 40% സംസ്ഥാന സർക്കാരിനും എന്നാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ VBG റാംജിയുടെ ഒരു ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. ഇത് പഠിച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 ഈ ഒരു വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4 കേട്ടോ. ജനുവരി 4 അതെന്തിനാണ് ആചരിക്കുന്നത്? 1867 ജനുവരി 4 കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഷൻ നടന്നതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 4 കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പൊ നിലവിലെ കേരള സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നിലവിലെ കേരള സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കേട്ടോ. അടുത്ത പോയിന്റ്, ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോക് ഭവൻ എന്നാണ് കേട്ടോ. അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോക് ഭവൻ എന്നാണ്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ പേരെന്താണ്? സേവാ തീർത്ത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ പേരെന്താണ്? സേവാ തീർത്ത്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗയാണ് കേട്ടോ. അപ്പൊ നിലവിൽ ലോക ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അജയ് ബംഗ. അടുത്ത പോയിന്റ് നോക്കാം. 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ്? ഷംല ഹംസയാണ്. ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. അപ്പൊ 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഷംല ഹംസ. ഷംല ഹംസയാണ്. ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ മമ്മൂട്ടിയാണ് തെരഞ്ഞെടുത്തത്. ചിത്രം പ്രമേയുഗമാണ്. മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് P ചിദംബരത്തെയാണ്. ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഓർത്തു വെക്കണം, മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. അടുത്ത പോയിന്റ്, 2025 ബുക്കർ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഡേവിഡ് സാലയ്ക്കാണ് കേട്ടോ. അപ്പൊ 2025 ബുക്കർ സമ്മാന ജേതാവാരാണ്? ഡേവിഡ് സാലയ്ക്കാണ്. കൃതി ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിക്കാണ്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഇദ്ദേഹം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, 2025 ബുക്കർ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഡേവിഡ് സാലെ. കൃതി ഫ്ലഷ് ആണ്. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായതാരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായതാരാണ്? ഹർമൻ പ്രീത് കൗർ. ഹർമൻ പ്രീത് കൗർ ആരാണ്? നിലവിലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് കൗർ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാണ്? മൈസൂരാണ് കേട്ടോ. മൈസൂർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാണ്? മൈസൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം മൈസൂരിലാണ്. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷ്യമാണ് കേട്ടോ. അപ്പൊ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷ്യം. അടുത്ത പോയിന്റ് നോക്കാം. നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.25%. സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? റിപ്പോ റേറ്റ് എത്രയാണ്? 5.25%.
അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? കെ-സോട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? കെ-സോട്ടോ. 2026 G20 ഉച്ചകോടി വേദി എവിടെയാണ്? മിയാമി, അമേരിക്ക. 2026 G20 ഉച്ചകോടി വേദി എവിടെയാണ്? മിയാമി, അമേരിക്ക. സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാധിയാണ് കേട്ടോ. സഞ്ചാർ സാധിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. നമ്മുടെ മൊബൈലിലൊക്കെ എപ്പോഴും മെസ്സേജ് വരുന്നതാണ് സഞ്ചാർ സാധ്യയുടെ മെസ്സേജ് വരുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ അനധികൃത കണക്ഷൻ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്കിന്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ സ്ഥിരമായിട്ട് മെസ്സേജ് വരുന്നൊരു ഇതാണ്. സഞ്ചാർ സാധ്യയിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ നടന്നൊരു ആപ്ലിക്കേഷനാണ്. സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാധി കേട്ടോ. സഞ്ചാർ സാധി. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിലാണ്. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ് പുരസ്കാരത്തിൽ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ് പുരസ്കാരത്തിൽ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ ലഭിച്ച വിഭാഗത്തിൽ ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതി. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? അഭിലാഷ് ടോമിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അഭിലാഷ് ടോമി. ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് സ്വാതന്ത്ര്യമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം പദ്ധതി. ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് സ്വാതന്ത്ര്യമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം പദ്ധതിയാണ്. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ്? പായൽ കപാഡിയയാണ്. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായകയാണ് ചോദിച്ചത്. ആരാണ്? പായൽ കപാഡിയ. സർക്കാർ ഓഫീസിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഇതാണ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ് കേട്ടോ. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അപ്പൊ എന്താണ്? സർക്കാർ ഓഫീസിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അടുത്ത പോയിന്റ്, ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആണ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതായത് ബിവറേജ് LDC, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ, ഡിഗ്രി ലെവൽ യൂണിഫോം പോസ്റ്റ് SSLC ബേസ് ചെയ്തുള്ള എക്സാംസ് ഒക്കെ നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കായിട്ട് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ബാച്ചിന്റെ ടൈമിംഗ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ആണ് വരുന്നത്. ആ ബാച്ചിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെക്സ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്കല്ല 20ഉം 10ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് മുഴുവൻ മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡെയിലി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പിക് വൈസ് ആയിട്ടും ഡെയിലിയുമായിട്ടുമാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ലൈവ്
ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ഞാൻ പക്കയാക്കി തരും. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സൊക്കെ കാണുന്ന കൂട്ടുകാരൻ മനസ്സിലാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ഞാൻ പക്കയാക്കി തരും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കോഴ്സ് ഫീ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. കാലാവധി 6 മാസത്തെ കാലാവധിയാണ് വരുന്നത്. 6 മാസം കഴിയുമ്പോഴാണല്ലോ പരീക്ഷകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസമാണ് കാലാവധി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോഴ്സ് ഫീ. നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരുന്നില്ല. വെറും 200 രൂപ എന്താണ്, ഒരു 2 ചാർജ് മേടിച്ച് കളയുന്ന കാശേ ഉള്ളൂ നമ്മുടെ 200 രൂപ. അപ്പോൾ ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് പാർട്ട് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ്. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL19 കേട്ടോ, 90. അപ്പൊ സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL90 കേട്ടോ. രാജ്യത്തിൽ ആദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ രാജ്യത്തിൽ ആദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല, യുഎസിന്റെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സർവകലാശാല ഏതാണ്? ആദ്യത്തെ ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ ആണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. 2025 ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളും ഇന്ത്യ തന്നെയാണ് കേട്ടോ. കണക്ട് ചെയ്തോണേ. അടുത്തത്, നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? സുശീല കാർക്കിയാണ് കേട്ടോ. സുശീല കർക്കിയാണ്. അപ്പൊ നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? സുശീല കർക്കിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളം ഏതാണ്? INS ആരവല്ലിയാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളം ഏതാണ്? INS ആരവല്ലിയാണ്. 18ാമത് IPL കിരീട ജേതാക്കൾ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 18ാമത് IPL കിരീട ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ആണ് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അട്ടക്കട്ടി, തമിഴ്നാടാണ്. കോയമ്പത്തൂരിനടുത്താണ് അട്ടക്കട്ടി വരുന്നത് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്തോണേ, പഠിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അട്ടക്കട്ടി, തമിഴ്നാട്. ചരക്ക് സേവന നികുതിയിലെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ ഏതൊക്കെയാണ്? 12%, 28%. ചരക്ക് സേവന നികുതിയിലെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ ഏതൊക്കെയാണ്? 12%, 28%. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഇറ്റലിയാണ് കേട്ടോ. 2026 വിന്റർ ഒളിമ്പിക്സ് വേദി ഇറ്റലിയാണ്. 2025 ജൂലൈ 21 അന്തരിച്ച VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം ഏതാണ്? 2006 മുതൽ 2011 വരെയാണ്. 2025 ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 ജൂലൈ 21 അന്തരിച്ച VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം ഏതാണ്? 2006 മുതൽ 2011 വരെ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ലാഹോർ, പാകിസ്ഥാനാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോർ ആണ്. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്, മലപ്പുറം ജില്ലയിലെ. അപ്പോൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടക്കൽ നഗരസഭയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? K. ജയകുമാർ ആണ് കേട്ടോ. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? K. ജയകുമാർ ആണ്. 2025 ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. 2025 സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല കോഴിക്കോടാണ്. 2025 കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധ വ്യഞ്ജനം ഏതാണ്? തലനാടൻ ഗ്രാമ്പുവാണ് കേട്ടോ. കോട്ടയത്തെയാണ്. അതുപോലെ തന്നെ കോട്ടയംകാർക്കൊക്കെ മനസ്സിലാവും, തലനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടയത്ത്, അവിടെ ഉള്ള ഗ്രാമ്പുവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോണേ. തലനാട് എന്ന് പറഞ്ഞ സ്ഥലം കോട്ടയത്തുണ്ട് കേട്ടോ.
അപ്പൊ ഒന്നുകൂടെ പറയാം, 2025 കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച സുഗന്ധവ്യഞ്ജനം ഏതാണ്? തലനാടൻ ഗ്രാമ്പു, കോട്ടയം. ഭൗമ സൂചിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ കരകൗശല ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായാണ്. PVക്ക് ചോദിച്ചതാണ്. ഭൗമ സൂചിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ കരകൗശല ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യൂണിറ്റ് ഡിസേബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യൂണിറ്റ് ഡിസേബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബ് എവിടെയാണ്? ലക്നൌവിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബ് ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ പ്രതിരോധ ഗ്രാമം നിലവിൽ വരുന്നത് എവിടെയാണ്? കില്ലായി, തമിഴ്നാടാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥാ പ്രതിരോധ ഗ്രാമം നിലവിൽ വരുന്നത് കില്ലായി, തമിഴ്നാടാണ്. ആർത്തവ അവധി അനുവദിക്കുന്ന പീരീഡ് ലീവ് പോളിസി 2025 രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണ് കേട്ടോ. അപ്പൊ എന്താണ്? ആർത്തവ അവധി അനുവദിക്കുന്ന പീരീഡ് ലീവ് പോളിസി 2025 രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടകയാണ്. ലോകത്തിലെ മികച്ച ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? SBI ആണ് കേട്ടോ. SBI ആണ്. അപ്പൊ ലോകത്തിലെ മികച്ച ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ്? SBI അഥവാ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2025 ദ അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചതാരാണ്? എലോൺ മസ്ക് ആണ് കേട്ടോ. 2025 ദ അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചതാരാണ്? എലോൺ മസ്ക് ആണ്. 2025 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമർത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ് കേട്ടോ. അപ്പൊ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം അമേരിക്ക. 2025 IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാരാണ്? ഊർജിത് പട്ടേലാണ് കേട്ടോ. 2025 IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാരാണ്? ഊർജിത് പട്ടേലാണ്. അതുപോലെ തന്നെ മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? സുരിനാം ആണ് കേട്ടോ. മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? സുരിനാം ആണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി വരും ദിവസങ്ങളിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ PVQ ക്ലാസ്, അതുപോലെ തന്നെ IT ആക്ടിന്റെ ക്ലാസ് നമ്മൾ ഇന്നലെ റിവിഷൻ ക്ലാസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും